ഹലോ അസ്സലാമു അലൈക്കും. ഇത് വയനാട് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് KB മൊയ്തീനിക്ക എന്ന് പറഞ്ഞ ആളെ മോളെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവരെ അനിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കമ്പളക്കാട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ജുനൈദ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ആ വർക്ക് കണ്ടിട്ടാണ് ഇവർ നമ്മളിങ്ങോട്ട് വിളിച്ചത്. ഇവിടുത്തെ വർക്ക് കണ്ടിട്ട് ഇവരെ തറവാട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അടുപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പുകയുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവരെ വീട് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാൻ നേരിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ താമസമായിട്ട് ഒരു 3 മാസമാണ് ആയിട്ടുള്ളൂ കേട്ടോ. വീട് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ളൊരു വീട് തന്നെയാണ്. സീലിങ്ങും ഡിക്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തിക്കുള്ള 2 റൂമ് കാര്യങ്ങൾ, ഒരു നീണ്ട വീടാണ് കേട്ടോ. അതായത് ഇങ്ങനെ 2 റൂമിൻ്റെ സ്പേസും ഇവിടെ ഒരു ഹാളും ഡൈനിങ് ഹാള്, കിച്ചന് കാര്യങ്ങളായിട്ട് നല്ല വൃത്തിക്ക് ഒരു ഡിസൈൻ ചെയ്ത വീടാണ്. ഫ്രണ്ടിൽ നിന്ന് കണ്ട ചെറിയ വീടായിട്ടാണ് തോന്നുക, പക്ഷേ സൈഡിൽ നിന്നാണ് അതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണുക. അന്നൊന്നും പെടുത്തൂല ഈ ബേജാറാണ്ട. നമ്മളുള്ള കുട്ടികൾക്ക് ക്യാമറക്ക് മുന്നിൽ വരാനൊരു മടി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല, സംഭവം ഇവരെ തറവാട്ട് വർക്ക് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ ഇവരെ വീട്ടിലെ അടുപ്പ് ചെറുതായിട്ട് പുകയുന്നുണ്ടെന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കാനായിട്ട് വന്നതാണ്. ഇത് സെറ്റപ്പ് ആയിട്ട് കേട്ടോ. ഇത് ഈ അടുക്കളയിലേ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനല്ലേ ഒരു ഓഫീസ് ചെയർ പോലെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് അടുക്കളക്കാൻ വേണ്ടി ആദ്യം സെറ്റ് ചെയ്തിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സിങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിങ്കിന് എന്തുണ്ട്? ആ 30 വില ഉണ്ട് അല്ലേ? ആ നല്ല അടിപൊളി സിങ്ക് ആയിട്ടുണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് തരാം. ഇത് ഇലക്ട്രിക് ഉണ്ട് ഇതില്? ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടോ? ഇലക്ട്രിക് കണക്ഷൻ ഇല്ല. അതായത് ഇലക്ട്രിക് കണക്ഷൻ കാണുന്നുണ്ടല്ലോ. അതാ ലൈറ്റൊക്കെ കത്തുന്നു. ഇത് നമ്മള് ഇൻസ്റ്റയിലൊക്കെ കാണുന്ന സംഭവം അല്ലേ, ക്ലാസ് ക്ലീൻ ചെയ്യാന്. അതിങ്ങനെ ഈ ഫോഴ്സ് ലൈൻ വെള്ളം വരൂലേ? ഓക്കെ. ഇതോ ഇത് പാത്രം വെച്ചിട്ട് പച്ചക്കറി മറ്റേ ഷാമ്പു. ഓരോന്നിനും ഇതിന്റെ അതുപോലെ ഇതിന്റെ അല്ലേ? അത് ശരി. സംഭവം കാണാൻ ലുക്ക് ആയിട്ട്. നിങ്ങൾ ഇവിടുന്ന് വയനാട് പഠിച്ച തന്നെ ഓൺലൈനിൽ വെച്ചതോ? മഞ്ചേരിന്നല്ലേ? ഓക്കെ. ഞങ്ങൾ കബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട്. ചെയ്ത വർക്ക് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് വൃത്തിയായിട്ട് കേട്ടോ. ഒന്നും മോശം പറയാനില്ല. ഫ്രിഡ്ജ് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തില്ലേ? ഇതൊരു ഫ്രിഡ്ജ് മോഡൽ തന്നെ ഉണ്ട് നിങ്ങളെ കബോർഡ് സെറ്റ് ചെയ്ത്. അതുപോലെ നിങ്ങൾ അടുക്കള ഇവിടേക്ക് എന്താണ് വർക്ക് ഏരിയ? അരക്കാനും വാഷിംഗ് മെഷീന് കാര്യങ്ങള്, വാഷ് മെഷീനൊക്കെ ആയിട്ട് അല്ലേ? ഇത് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല. നമ്മളെ അടുപ്പിന്റെ കാര്യം ഒന്ന് പറഞ്ഞപ്പോഴേ അല്ല ചെയ്തിട്ട് എത്രയായി? 3 മാസം. ഒരു 3 മാസം മുന്നേ ചെയ്തിട്ട് വർക്ക് അല്ല ചെയ്തത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. 3 മാസം അതിന് മുന്നേ ചെയ്ത് വെച്ചിട്ട് 3 മാസമായി. അപ്പോൾ ഒരു അടുപ്പ് ഉപയോഗിക്കുമ്പോൾ പുകയുണ്ട്. അപ്പോൾ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പുകയില്ലാത്ത അടുപ്പ് ആവണം. അപ്പോൾ ഇവർക്കൊരു പുക ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ പുക ഉണ്ടെന്നല്ല വിളിച്ചത്, ഇവരെ തറവാട്ട് ചെയ്യാൻ വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അടുപ്പ് പുകയുണ്ടെന്നറിയാം. അപ്പോൾ പുകയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അടുപ്പ് കത്തുന്നതിൻ്റെ വീഡിയോ മാത്രം എടുത്ത് ഇട്ടാൽ മതിയല്ലോ. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ നമ്മൾ എന്താക്കണം നോട്ടിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇത് കാണിക്കുകയാണ്. ഇത് ചെറിയ മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ അടുപ്പ് ഉണ്ടാക്കി കൊടുത്ത് വരുന്ന പാട്ടുകളല്ല. ഇതിൻ്റെ എന്ത് കാണിച്ചാൽ
കാരണം ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഈ ഭർത്താവിനെ കൂടെ വന്നിട്ട് വയനാടൊക്കെ വന്നിട്ട് അടുപ്പുണ്ടാക്കിയിട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നേരാക്കാൻ വരുമോ എന്നുള്ളതൊക്കെ ചിലപ്പോൾ വീടുണ്ടാവും അല്ലേ. ജസ്റ്റ് ഒന്നിങ്ങനെ എയർ കളയാറ് എന്നും വളരെ കേട്ടോ. ചില സമയത്ത് എയർ എടുക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞു, എപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പഴ ഫോൺ എടുക്കുന്നില്ലേ അമ്മ? പോയില്ലടാ, പോയില്ല. ഇതാ പേപ്പർ. ഇതാണ് ഇപ്പോൾ നമ്മൾ ആ എയർ കളഞ്ഞിട്ട് കത്തിച്ചപ്പോൾ ഉള്ള സിറ്റുവേഷൻ. ഇപ്പോൾ ഇതിന്ന് പുകെടുക്കുന്നില്ലല്ലോ. പുകെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണും. ആദ്യം വന്നതെന്ന് ഇത് തന്നെയല്ലേ. അത് ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പുറത്ത് കത്തിക്കണമെന്നില്ല. നിങ്ങൾ ഈ സെൻറ്ററത്തെ അടുപ്പില്ലേ, ഈ സെൻറ്ററത്തെ അടുപ്പ് എടുത്തിട്ട് ഇതിനകത്തൊരു പേപ്പർ വെച്ചാൽ മതി. ഇതിപ്പോൾ അടുപ്പ് പുകയാന്ന് പറഞ്ഞാൽ എങ്ങനെ അവസ്ഥ എന്നറിയോ? ഇപ്പോൾ ഇതിപ്പോൾ പുകയാന്ന് കാണിച്ചാൽ ഇത് നമ്മൾ ഈ പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, തീയൊക്കെ പുറത്ത് വന്ന് പുകയൊക്കെ പുറത്ത് വരും. ഇത് നമ്മൾ ഒരു ചെറിയ പാത്രം കൊണ്ട് അടച്ചു വെക്കുക, സെൻറ്ററത്തെ അടുപ്പ്. അതുപോലെ ഈ നല്ല ഈ പറയുന്ന നല്ല തണുപ്പോ മഞ്ഞാലൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പൈപ്പിനകത്ത് എയർ കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്താക്കിയാൽ മതി, ആ സെൻറ്ററത്തെ അടുപ്പിനകത്ത് ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ചിട്ട് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് കത്തും. പിന്നെ ഒരു പുകയുടെ പ്രശ്നം നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല കേട്ടോ. ഓക്കെ. ഇനി വേറെ കാരണം കൊണ്ട് എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നിങ്ങളിപ്പോൾ പുകെടുക്കുന്ന ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് ശരിയാക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ വയനാടൊക്കെ എന്തായാലും മാസത്തിൽ ഒരു വർക്കെങ്കിലും നമുക്ക് ഇല്ലാത്തതില്ല. മാസത്തിൽ ഒരു വർക്കില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയും ഇപ്പോൾ ഈ ആഴ്ച ഇന്നലെയൊക്കെ ഇവിടുത്തെ പനമരത്തിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാം ഏറ്റവും മിനിമം മാസത്തിൽ ഒരു വർക്കെങ്കിലും ഇല്ലാത്ത മാസങ്ങളില്ല. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ മടിയോ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നറിയാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ അടുപ്പിൻ്റെ ഉപയോഗം ഉണ്ടാക്കുക. ഒരു പുകയോ കാര്യങ്ങളോ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ. ഓക്കെ. ഇൻഷാല്ലാ ഇനി എന്തായാലും നിങ്ങൾ വൈകുന്നേരം വരെ അടുപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ അപ്പത്തെ അടുപ്പ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഉണ്ടാക്കി പോകുമ്പോഴത്തേനും നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയും. ഇന്ന് അവിടെ ചെയ്യുന്നില്ലേ? ഇത് ജസ്റ്റ് പൈപ്പിനകത്ത് എയർ കളയാത്ത വന്നൊരു ചെറിയൊരു പ്രശ്നമായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ ഒരു പുകയോ കാര്യങ്ങളോ എടുക്കുന്നില്ല. അടുപ്പ് സുഖമായിട്ട് കത്തുന്നുണ്ട്. വെള്ളം ഇവിടെ ഇതുണ്ടോ തിളച്ചു തുടങ്ങി. രണ്ടടുപ്പിനകത്തും വെള്ളം തിളച്ച് ആവി എടുത്ത് തുടങ്ങി. അപ്പോൾ അടുപ്പിൻ്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ സത്യത്തിൽ ആരും പേടിക്കേണ്ടതില്ല. നമുക്ക് 99.9% പെർഫെക്റ്റാണ്. ആർക്കും ഒരു പരാതിയോ കാര്യങ്ങളോ പറയാൻ സാഹചര്യം കൊടുക്കാത്ത അടുപ്പുകളാണ് കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ വയനാട് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്ത് KB മൊയ്തീൻക്ക അല്ലേ, KB മൊയ്തീൻക്കാട് വീട്ടിൽ ചെയ്തവർക്കാണ് കേട്ടോ, അവരുടെ മകളുടെ വീട്ടിൽ. ഓക്കെ. അവരെ അടുക്കള ഒരു സംഭവമാണ് കേട്ടോ, ഒരു വെറൈറ്റി അടുക്കളയായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമുള്ളതല്ല. പക്ഷേ എല്ലാ അടുക്കളയിലും ഇങ്ങനെ തന്നെ അല്ലേ. നിങ്ങളിപ്പോൾ ഇത്ര 3 മാസമായി വീഴുന്നിട്ടില്ലേ? ഇവിടെ ഓപ്പൺ ആണല്ലേ.
ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൽ വിടുന്നു. അപ്പോൾ ഇവിടെ വരെ ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവൻ്റെ മേലെ നല്ലൊരു കബോർഡ്, റാക്ക് കാര്യങ്ങൾ. ഇതിൻ്റെ അടിഭാഗത്ത് ഇതുണ്ട്, നല്ല സെൽഫ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നതല്ല കേട്ടോ, നമ്മളിവിടെ വർക്കിനായിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തെന്ന് മാത്രം. ഇവർ ഈ അടുക്കളുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇവരിവിടെ നല്ലൊരു ഇലക്ട്രിക് ചിമ്മിണി വെച്ചിട്ടുണ്ട്, നല്ലൊരു അടിപൊളി ഹോബും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു AC ഹൂക്ക്, കബോർഡുകൾ കാര്യങ്ങൾ. ഇവിടെ ഒരു ഗ്യാസ് സ്റ്റവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ സ്റ്റാൻഡേർഡ് വീട്. എന്തായാലും അൽഹംദുലില്ലാ ഇവിടെ വന്നിട്ടേ ചെറിയൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവ്, ഇവിടെ നമ്മൾ അടുപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുപ്പ് കേട്ടോ. അടുപ്പ് നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഇത്താ ഒരു തരി പോലും പോകണമെന്നില്ലല്ലോ, ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. കാരണം ഞാൻ നമ്മുടെ അടുപ്പിനെ കുറിച്ച് പൊക്കി പറഞ്ഞാലും നിങ്ങളുടെ കസ്റ്റമറാണ് കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളെ 9 അടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടുതൽ നമ്മൾ ഈ മോഡൽ തന്നെയാണ് എല്ലാവർക്കും ചെയ്യാറ്. ഇപ്പോൾ മലപ്പുറം കിച്ചണിലും നോഫൻ്റെ വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ മോഡൽ അടുപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും റാഹത്തല്ലേ വെക്കാം. ഇൻഷാല്ലാ ഞാൻ അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ടല്ലോ, എന്തായാലും നിങ്ങൾ വൈകുന്നേരത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഫുള്ള് റിസൾട്ട് പറയും കേട്ടോ. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ. അപ്പോൾ ഇതാണ് ഇവരെ വീട്. നിങ്ങൾ ഈ സ്ഥലത്തിന് വെറും 6 സെൻറ്റോ? 6 സെൻറ്റിലാണ് ഇപ്പോൾ ഈ വീടുള്ളത് അല്ലേ? 6 സെൻറ്റ് ഫുള്ളായിട്ട് വീടാ? ആ, കിണറും നല്ല സൂപ്പറായിട്ടുണ്ട്. ആ, അത് ശരി. ആ, അത് ശരി. നല്ല സൗകര്യം ഉണ്ടല്ലോ. നല്ല സോളാറിൻ്റെ മറ്റേ വാട്ടർ ഹീറ്റർ അല്ലേ? എന്തായാലും ഒരു കിണർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ, റിങ് വെച്ച് വറുത്തല്ലേ? അത് ആ, അതാണ് ഒരു എക്കോ പോലെ ഫീൽ ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഇൻഷാല്ലാ ഇവിടെ ചെറിയൊരു പരാതി പറഞ്ഞതാണ് അടുപ്പിനകത്ത് പോകെടുക്കേണ്ടതെന്നുള്ളത്. അത് നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു റാഹത്തിലാണ്. എന്തായാലും ഇവരെ തറവാട്ടിലാണ് ഇനിയിപ്പോൾ അടുത്ത വർക്കുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ സ്വാലിഹാസ് വേൾഡ് പട്ടാമ്പി എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.